പ്രധാനമന്ത്രി നെഹ്റുവിന്റെ ആദിവാസി ഭാര്യ ബുദ്ധിനി മഞ്ചിയൻ എന്ന സന്താലി ഗോത്രത്തിലെ 15 വയസ്സുള്ള പെൺകുട്ടിയെയാണ് നെഹ്റുവിനെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് ഗോത്രത്തിൽ നിന്ന് പുറത്താക്കിയത്. 1959 ദാമോദർ നദിയിൽ നിർമ്മിച്ച പഞ്ചേത് ഡാമിന്റെ ഉദ്ഘാടനത്തിന് ജാർഖണ്ഡിൽ എത്തിയപ്പോഴാണ് നെഹ്റു ആദ്യമായിട്ട് ഈ പെൺകുട്ടിയെ കാണുന്നത്. അണക്കെട്ടിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്തപ്പോൾ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ കൃഷിസ്ഥലവും അതിൽ ഉൾപ്പെട്ടിരുന്നു. വരുമാന മാർഗം ഇല്ലാതെ ആയതോടെ ഇവർക്ക് ഡാം നിർമ്മിച്ച ദാമോദർ വാലി കോർപ്പറേഷൻ അഥവാ DVCയിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ലഭിച്ചു. ഉദ്ഘാടനത്തിനെത്തിയ നെഹ്റുവിനെ സ്വീകരിക്കുവാൻ ഈ പെൺകുട്ടിയാണ് തിരഞ്ഞെടുത്തത്. ബുദ്ധിനി ഒരു മാല അണിയിച്ച് നെഹ്റുവിനെ സ്വീകരിച്ചു. അണക്കെട്ട് നിർമ്മാണത്തിൽ പങ്കെടുത്ത ആദിവാസി യുവതിയോടുള്ള ബഹുമാനാർത്ഥം നെഹ്റു തിരികെ ഒരു മാല അണിയിക്കുകയും പെൺകുട്ടിയുടെ നെറ്റിയിൽ ഒരു കുറി ഇടുകയും ചെയ്തു. ഈ സംഭവം പെൺകുട്ടിയുടെ ജീവിതമാകെ മാറ്റിമറിച്ചു. മാലകൾ പരസ്പരം അണിയിച്ചത് കാരണം സന്താലി ഗോത്രത്തിന്റെ ആചാരപ്രകാരം ബുദ്ധിനി നെഹ്റുവിന്റെ ഭാര്യയായി എന്ന് ഗോത്രത്തലവൻ വിധിച്ചു. ഗോത്രത്തിന് പുറത്തുള്ള ഒരാളെ വിവാഹം കഴിച്ചു എന്ന് ആരോപിച്ച് ബുദ്ധിനിയെ ഗോത്രത്തിൽ നിന്ന് പുറത്താക്കി. 1962 DVCയിലെ താൽക്കാലിക ജോലിയിൽ നിന്ന് ഇവരെ പിരിച്ചുവിട്ടതോടെ ഇവരുടെ ജീവിതം കൂടുതൽ സങ്കീർണമായി. 1985 പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി ഇവരെ സന്ദർശിക്കുന്നത് വരെ ഒരു ദിവസ വേതനക്കാരിയായി ഇവർക്ക് ജീവിക്കേണ്ടി വന്നു. രാജീവ് ഗാന്ധിയുടെ ഇടപെടൽ മൂലം DVCയിലെ ജോലി ഇവർക്ക് തിരിച്ചു കിട്ടി. നെഹ്റു പോലും അറിയാത്ത നെഹ്റുവിന്റെ ആദിവാസി ഭാര്യയെക്കുറിച്ച് അങ്ങനെ രാജ്യം അറിഞ്ഞു.